So, welcome back to our next chapter. Sure questions എന്ന് നമ്മൾ പറയുന്നതിന്റെ ആ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് അല്ലെ. ബോട്ടണിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാ, നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാ, കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാ, വിട്ട് കളയരുത്. അര മാർക്ക് പോയിട്ട് 1/4 മാർക്ക് 0.1 മാർക്ക് പോലും നമുക്ക് എവിടെയും പോകാൻ പാടില്ല. ഓക്കെ, നോക്കിയാലോ. ബാ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. വാട്ട് വാസ് മീൻ ബൈ ദിസ് മോർഫോളജി? എന്താണ് ഈ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുക. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്, അതുപോലുള്ള പാർട്സിനെ കുറിച്ച്. സോ ആ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ആണോ? ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The following figures A and B shows two different types of phyllotaxy. രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഫിലോടാക്സി ഇവിടെ തന്നിട്ടുള്ളത്. What is this phyllotaxy? Define phyllotaxy. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What is the phyllotaxy? എന്താ ഫിലോടാക്സി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശം? Phyllotaxy means it is the arrangement of leaves. അല്ലെ, ലീവ്സിന്റെ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാ. എവിടെ? ഒന്നുകിൽ സ്റ്റെമ്മില് അല്ലെങ്കിൽ ബ്രാഞ്ചില്. So it is the arrangement of leaves on stem ഓർ ബ്രാഞ്ച്. സ്റ്റെമ്മിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ ലീവ്സിന്റെ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഫിലോടാക്സി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ഫിലോടാക്സി എ ആൻഡ് ബി. രണ്ട് ഫിലോടാക്സി ഇവിടെ തന്നിട്ടുണ്ട്, അതിൽ രണ്ടിന്റെയും പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇതാണ് സ്റ്റെം. ആ സ്റ്റെമ്മില് ഒരു നോഡിൽ നിന്നും ഒരു ലീഫ്, അടുത്ത നോഡിൽ നിന്നും അടുത്ത ലീഫ്, അടുത്ത നോഡിൽ നിന്ന് 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 അടുത്ത ലീഫ്. സോ ബേസിക്കലി ഇവിടെ ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് മാത്രമേ വരുന്നുള്ളൂ. ഈ ടൈപ്പ് ഓഫ് ഫിലോടാക്സിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. സോ ഫസ്റ്റ് ഏത് ഫിലോടാക്സിയാ? ഓൾട്ടർനേറ്റ് ഫിലോടാക്സി ആണ് എ എന്ന് പറയുന്നത്. എ ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. സെക്കൻഡ് വൺ നോക്കിയേ. ഇതാണ് സ്റ്റെം. ഇതാണ് ഒരു നോഡ്. ആ നോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് രണ്ട് ലീഫ്, അടുത്ത നോഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് രണ്ട് ലീഫ്, അടുത്ത നോഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് രണ്ട് ലീഫ്. സോ ബേസിക്കലി ഒരു നോഡിൽ നിന്നും രണ്ട് ലീഫ് അറൈസ് ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് ഫിലോടാക്സി ഇസ് കോൾഡ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. സോ ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഫിലോടാക്സി, എ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The arrangement of ovules in an ovary is known as. അതൊരു അറേഞ്ച്മെന്റ് ആ, ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം. ഡിഫൈൻ ഡാഷ് എന്ന് പറഞ്ഞു ചോദിക്കാം. സോ വാട്ട് ഇസ് ദിസ് അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ഇൻസൈഡ് ആൻ ഓവറി? ഒരു ഓവറി നമ്മളിങ്ങനെ എടുത്തിട്ട് ആ ഓവറിയുടെ ഇപ്പൊ പെരിഫറിയിൽ ഓവ്യൂൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ സെൻട്രലി ഇതാ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഓവറിയുടെ എന്നൊക്കെ പറയത്തില്ലേ? ആ അറേഞ്ച്മെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസന്റേഷൻ. വെരി ഗുഡ്. ഈ ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം. Define placentation. So എഴുതണം, it is the arrangement of ovules inside an ovary. Okay. Next question. Observe the relationship and fill in the blanks. Shoot is related to plumule. അതായത് പ്ലൂമ്യൂൾ വളർന്നാണ് ഷൂട്ട് ആവുന്നത്. ഷൂട്ട് പ്ലൂമ്യൂളിൽ നിന്നാണ് വളരുന്നതെന്നാണ് അതിനർത്ഥം. റൂട്ട് ഇസ് റിലേറ്റഡ് ടു, റൂട്ട് എവിടുന്നാ അപ്പൊ വളരുക? റാഡിക്കൽ. റാഡിക്കളിൽ നിന്നാണ് റൂട്ട് വളരുന്നത്. നെക്സ്റ്റ്, ഔട്ടർ ഇന്റഗ്മെന്റ്. സീഡിന്റെ ഔട്ടർ ഇന്റഗ്മെന്റ് അതാണ് ടെസ്റ്റ. അങ്ങനെയാണെങ്കിൽ ഇന്നർ ഇന്റഗ്മെന്റ്. ഇന്നർ ഇന്റഗ്മെന്റ് ആരായിട്ടാ മാറുക? ഔട്ടർ ടെസ്റ്റ് ആണെങ്കിൽ ഇന്നർ ടെഗ്മെൻ. ആരാ? ടെഗ്മെൻ. ഓക്കെ. നെക്സ്റ്റ്, the given figure shows different types of flowers based on the position of floral parts on thalamus. So രണ്ട് ഫ്ലവർ തന്നിട്ടുണ്ടടാ. അവരെ ഫ്ലോറൽ പാർട്സും തലാമസും തമ്മിലുള്ള ബേസിസിൽ ഇത് രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവർ ആണെന്നാ പറയുന്നത്. ആദ്യത്തെ ഫ്ലവർ നോക്കിയേ, ഇതാണ് അതിന്റെ ഗൈനീഷ്യം. സോ ബാക്കി പാർട്സ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഗൈനീഷ്യത്തിന് താഴെ നിന്നാണ് ബാക്കി എല്ലാ പാർട്സും അറേഞ്ച് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഗൈനീഷ്യമാണ് ഏറ്റവും മുകളിൽ, സുപ്പീരിയർ ഓവറി ഉള്ള ഫ്ലവർ ആണിത്. സോ ആദ്യത്തത് സുപ്പീരിയർ ഓവറി ഉള്ള ഫ്ലവർ. രണ്ടാമത്തെ പാർട്ട് നോക്കിയേ, ഇതാണ് അവരുടെ ഗൈനീഷ്യം. ഓക്കെ, ഇതാണ് ഗൈനീഷ്യം. ആ ഗൈനീഷ്യത്തിന്റെ ഏതാണ്ട് നടുക്ക് നിന്ന്, കണ്ടോ, ആ ഗൈനീഷ്യത്തിന്റെ നടുക്ക് നിന്നാണ് ബാക്കി ഫ്ലോറൽ പാർട്ടുകളെല്ലാം അറൈസ് ചെയ്യുന്നത്. കണ്ടോ, ആ ഗൈനീഷ്യത്തിന്റെ നടുക്ക് നിന്നാണ് ബാക്കി ഫ്ലോറൽ പാർട്സ് ഒക്കെ അറൈസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ഹാഫ് ഇൻഫീരിയർ ഹാഫ് സുപ്പീരിയർ ഓവറി ഉള്ള ഒരു ഫ്ലവർ. ആ ഫ്ലവറിനെ വിളിക്കുന്ന പേരാണ് പെരിഗൈനസ് ഫ്ലവർ. സോ ഏതൊക്കെയാ എയും ബിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ എന്ന് പറയുന്നത് എന്ത് ഫ്ലവറാ? ഇതൊരു ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്.
ഈ ബി എന്ന് പറയുന്നത് ഇത് എന്ത് ഫ്ലവറാ? ഇതൊരു പെരിഗൈനസ് ഫ്ലവർ ആണ്. സോ എ പാർട്ട് കംപ്ലീറ്റ് ആയി. ഐഡന്റിഫൈ എ ആൻഡ് ബി ഐഡന്റിഫൈ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എപ്പിഗൈനസ് ഫ്ലവർ. ഇതിൽ രണ്ടിലും പെടാത്തൊരു സാധനമാണ് എപ്പിഗൈനസ് ഫ്ലവർ. എപ്പിഗൈനസ് ഫ്ലവർ മീൻസ് അവരുടെ ഓവറി എങ്ങനെയാണ്? ഇൻഫീരിയർ ഓവറി ഉള്ള ആളാണ്. സോ എപ്പിഗൈനസ് ഫ്ലവർ മീൻസ് this flower has an inferior ovary. ഈ ഫ്ലവറിന് ഒരു ഇൻഫീരിയർ ഓവറി ആണുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുക? all other floral parts arise from a part above the ovary. ഓവറിക്ക് മുകളിലുള്ള ഒരു പാർട്ടിൽ നിന്നായിരിക്കും ബാക്കി എല്ലാ ഫ്ലോറൽ പാർട്സും അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓവറി ആയിരിക്കും ഏറ്റവും താഴെ, ബാക്കി ഫ്ലോറൽ പാർട്സ് എല്ലാം അതിന് മുകളിൽ നിന്നായിരിക്കും വരിക. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് എപ്പിഗൈനസ് ഫ്ലവർ. മറന്നു പോകരുത്, ഈ ടൈപ്പ് ഓഫ് ഫ്ലവർ ബേസ്ഡ് ഓൺ ദെയർ ഓവറി പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഓക്കെ, നെക്സ്റ്റ്, ദ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലോറൽ ആക്സിസ് ഇസ് കോൾഡ്. തിരിച്ചും ചോദിക്കാം ക്വസ്റ്റ്യൻ. The arrangement of flowers in arrangement of floral axis arrangement, it is called inflorescence. എന്താ വിളിക്കുക? inflorescence എന്നാ വിളിക്കുക. തിരിച്ചും ചോദിക്കാം, define inflorescence. അപ്പോൾ എഴുതണം, it is the arrangement of flowers on the floral axis. Okay, next, if a fruit is formed without fertilization of ovary, ഒരു ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടായാൽ that fruit is called parthenocarpic fruit. വെരി ഗുഡ്. ആ ഫ്രൂട്ടിന്റെ പേരാണ് parthenocarpic fruit. parthenocarpic fruit. So the fruit formed without fertilization is called a parthenocarpic fruit. ഇതും തിരിച്ചു ചോദിക്കാം. So parthenocarpic fruitന് ഒരു എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. ഒരു എക്സാമ്പിൾ പറ. parthenocarpic fruitന് എക്സാമ്പിൾ ബനാന ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാവുന്ന ഫ്രൂട്ടാ. സോ ഇറ്റ് ഇസ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. നെക്സ്റ്റ്, ഒബ്സർവ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് കൊളിയോപ്റ്റൈലുമായിട്ട് റിലേറ്റഡ്. എന്ന് പറഞ്ഞാൽ പ്ലൂമ്യൂളിന് പുറമെ ഒരു കവറിംഗ് ഉണ്ട്, മുകളിൽ ഒരു കവറിംഗ്, അതിനെയാണ് കൊളിയോപ്റ്റൈൽ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ റാഡിക്കലിന്റെ ആ കവറിങ്ങിന്റെ വിളിക്കുന്ന പേരെന്താ? കൊളിയോറൈസ. വെരി ഗുഡ്, കൊളിയോറൈസ എന്നാ വിളിക്കുക. നെക്സ്റ്റ്, ഓവ്യൂൾ എന്ന് പറയുന്ന ആളാണ് സീഡ് ആയിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഓവറി എന്ന് പറയുന്ന ആൾ ഫെർട്ടിലൈസേഷൻ ശേഷം എന്തായിട്ട് മാറും? ഫ്രൂട്ട് ആയിട്ട് മാറും. ഗുഡ്, ഫ്രൂട്ട് ആയിട്ട് മാറുക. നെക്സ്റ്റ്, the cotyledon of a monocot seed is called. മോണോകോട്ട് സീഡ് എന്ന് പറയുമ്പോൾ തന്നെ മോണോകോട്ട് ഒരൊറ്റ കോട്ടിലെഡൻ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് സിംഗിൾ കോട്ടിലെഡൻ ഇൻ എ മോണോകോട്ട് സീഡ് ഇറ്റ് ഇസ് കോൾഡ് സ്ക്യൂട്ടെല്ലം. ആ പേര് മറന്നു വരുന്നത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്ക്യൂട്ടെല്ലം എന്നാണ് ആ സിംഗിൾ കോട്ടിലെഡൻ ഇൻ മോണോകോട്ട് പ്ലാന്റിനെ വിളിക്കുന്ന പേര്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാംസ് A, B, C, D and identify the placentation. 4 ടൈപ്പ് പടങ്ങൾ തന്നിട്ടുണ്ട്. പ്ലാസന്റേഷന്റെ പടം തന്നിട്ടുള്ളത് 4 ഏതാന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. A നോക്കടാ. A നോക്കിക്കഴിഞ്ഞാൽ ദാ ഇങ്ങനെ, ഇതാണ് ഓവറിയുടെ അകം. ഈ ഓവറിയുടെ അകത്ത് ദാ ഇങ്ങനെ ഒവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ഇസ് കോൾഡ് മാർജിനൽ പ്ലാസന്റേഷൻ. സോ ഫസ്റ്റ് വൺ ഏതാ? മാർജിനൽ പ്ലാസന്റേഷൻ. രണ്ടാമത്തെ നോക്കിയേ, ഇതാണ് നമ്മൾ ഓവറി. ഇത് അത്ര ക്ലാരിറ്റി ഉള്ള ഒരു പടമല്ല, ഐ അഗ്രി. സോ ഇതാണ് നമ്മളുടെ ഓവറി. ആ ഓവറിക്കകത്ത് ദാ ഇങ്ങനെ കമ്പാർട്ട്മെന്റ്സ് ആക്കിയിട്ടുണ്ട്. ആ കമ്പാർട്ട്മെന്റ്സിലാണ് ദാ ഇങ്ങനെ ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് വിളിക്കുന്ന പേരാണ് ആക്സൈൽ. നമ്മൾ നാരങ്ങയിലൊക്കെ കാണുന്ന ഈ ടൈപ്പ് പ്ലാസന്റേഷൻ അല്ലേ? സോ ദിസ് ഇസ് ആക്സൈൽ പ്ലാസന്റേഷൻ. ഈ പ്ലാസന്റേഷൻ നോക്കി വളരെ സിമ്പിൾ ഒരു പ്ലാസന്റേഷനാ. ഇതാണ് ഓവറി, മുറിച്ച ഓവറി ഇതാ. ആ ഓവറിയുടെ പെരിഫറിയിലായിട്ട് കണ്ടോ, അറ്റത്തായിട്ട് ഇതാ ഇങ്ങനെ ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്യും. ഇങ്ങനെ പെരിഫറിയിൽ ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്യുന്ന ഈ ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരൈറ്റൽ പ്ലാസന്റേഷൻ. എന്താ വിളിക്കുക? പാരൈറ്റൽ പ്ലാസന്റേഷൻ. ഇനി ഈ ഒരു പ്ലാസന്റേഷൻ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മളുടെ ഓവറി. ഈ ഓവറിക്കകത്ത് വളരെ നടുക്ക് കമ്പാർട്ട്മെന്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ഇസ് നോൺ ആസ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. സോ 4 ടൈപ്പ് പ്ലാസന്റേഷന്റെ പടം: മാർജിനൽ, ആക്സൈൽ, പാരൈറ്റൽ ആൻഡ് ഫ്രീ സെൻട്രൽ. 4ഉം കറക്റ്റ് ആയി എഴുതണം. കുറച്ചും കൂടെ ക്ലാരിറ്റിയുള്ള പടവാ തരിക നിങ്ങൾക്ക്.
ഞാനിതാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ എടുത്ത പടമായത് കാരണം ഉള്ളൊരു ക്ലാരിറ്റി കുറവാണ്. ഓക്കെ, ക്ലിയർ? ഇതല്ലാതെ ഒരു പ്ലാസന്റേഷൻ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഒരു ഓവറി വന്നിട്ട് അതിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഒവ്യൂൾ ഇരിക്കും. ഇതെന്തായിരുന്നു? ബേസൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അതിനകത്ത് എപ്പോഴും സിംഗിൾ ഒവ്യൂൾ മാത്രമേ ഒരു ഓവറിക്കകത്ത് കാണൂ, ബേസലിൽ. ഓക്കെ, നെക്സ്റ്റ്. The TS of two flowers. TS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്നാണ് അർത്ഥം. The transverse section of two flowers were taken. അതിൽ ഒരു ഫ്ലവറിന് സുപ്പീരിയർ ഓവറി ആയിരുന്നു, വേറൊരു ഫ്ലവറിന് ഇൻഫീരിയർ ഓവറി ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആർ ദീസ്? അപ്പൊ ഇത് എന്ത് ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഒരാൾക്ക് സുപ്പീരിയർ ഓവറിയും ഒരാൾക്ക് ഇൻഫീരിയർ ഓവറിയുമാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആർ ദീസ്? എന്ത് ടൈപ്പ് ഫ്ലവേഴ്സ് ആയി ഇവരപ്പോ? സുപ്പീരിയർ ഓവറി ഉള്ള ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ഫ്ലവർ ആണ്? ഇറ്റ് ഈസ് എ ഹൈപ്പോഗൈനസ് ഫ്ലവർ അല്ലെ, അതൊരു ഹൈപ്പോഗൈനസ് ഫ്ലവറാ. ഇൻഫീരിയർ ഓവറി ഉള്ള ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ എപ്പിഗൈനസ് ഫ്ലവർ, അതൊരു എപ്പിഗൈനസ് ഫ്ലവർ ആണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. ഒബ്സർവ് ദ ഫിഗർ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലവർ ഇസ് ഷോൺ ഹിയർ. എന്ത് ടൈപ്പ് ഫ്ലവർ ആണ് എന്ന് പറയാനാ. പടം നോക്കിയോ, ഇതാണ് നമ്മളുടെ ഓവറി. ഓക്കെ, ഓവറിയുടെ ഏതാണ്ട് നടുക്ക് നിന്നും കണ്ടോ, ഓവറിയുടെ നടുക്ക് നിന്നുമാണ് ബാക്കി ഫ്ലോറൽ പാർട്സ് എറൈസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഫ്ലവർ ഇസ് എ പെരിഗൈനസ് ഫ്ലവർ. ഇത് എങ്ങനെയുള്ള ഫ്ലവർ ആണ്? പെരിഗൈനസ് ഫ്ലവർ ആണ്. അവര് തീർന്നിട്ടില്ല, അവര് പറഞ്ഞിട്ടുണ്ട് വി ഹാവ് ടു ജസ്റ്റിഫൈ അവർ ആൻസർ. നമ്മൾ ആൻസറിനെ ജസ്റ്റിഫൈ ആണ്. ഇത് പെരിഗൈനസ് ഫ്ലവർ ആണെന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ് എന്ന് പറയണം. ബിക്കോസ് ദിസ് ഫ്ലവർ ഹാസ് എങ്ങനത്തെ ഓവറിയാ? ഹാഫ് ഇൻഫീരിയർ ഓവറി. അതിന്റെ ഓവറി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ഓവറിയാണ് ഈ ഫ്ലവറിന് ഉള്ളത് അല്ലേ? ആണ്, ഹാഫ് ഇൻഫീരിയർ ഓവറി ഉള്ളത് കൊണ്ടാണ് ഈ ഫ്ലവറിനെ നമ്മളൊരു പെരിഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ് എ, ബി ആൻഡ് സി. 3 പാർട്സ് തന്നിട്ടുണ്ട്, എ, ബി ആൻഡ് സി. അത് ഏതൊക്കെയാണ് എന്ന് പറയാൻ വേണം. റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ ഓഫ് റൂട്ട് ഹെയർസ്. റൂട്ട് ഹെയറിന്റെ ഫംഗ്ഷനും പറയണം. 3 എന്താടാ? റൂട്ടിന്റെ പാർട്സാ. റൂട്ടിന്റെ പാർട്സിൽ ഏറ്റവും താഴെയുള്ള പാർട്ടിനെ സി, അതിന്റെ മുകളിലുള്ള പാർട്ടിനെ ബി, ഏറ്റവും മുകളിലുള്ള റൂട്ട് ഹെയർസ് ഉള്ള പാർട്ടിനെ എ എന്ന് വിളിച്ചു. സോ എ എന്ന് പറയുന്ന പാർട്ട് ഏതാ? റൂട്ട് ഹെയർസ് ഉള്ള പാർട്ട്. ഇറ്റ് ഈസ് കോൾഡ് ദി റീജിയൻ ഓഫ് മെച്ചുറേഷൻ. മെച്ചുറേഷൻ എന്ന് പറയുന്ന റീജിയൻ ആണ് അത്, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ബി എന്ന് പറയുന്ന ആ റീജിയനിലാണ് നീളം വെക്കുന്നത്. സോ ഇറ്റ് ഈസ് ദി റീജിയൻ ഓഫ് എലോങ്ങേഷൻ. റീജിയൻ ഓഫ് എലോങ്ങേഷൻ ആണ് ആ പാർട്ട്. അടുത്തത് സി എന്ന് പറയുന്ന ഒരു റീജിയൻ. സി എന്ന് പറയുന്ന റീജിയനിലാണ് ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആ സെല്ലുകൾ ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദി റീജിയൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. സോ റീജിയൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ക്ലിയർ ആണോ? ഇതാണ് 3 റീജിയൻസ്. തീർന്നിട്ടില്ല ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റൂട്ട് ഹെയർസ് എന്നൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റൂട്ട് ഹെയർസ്? റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ എന്താ? റൂട്ട് ഹെയർസ് ഇങ്ങനെ ഒരുപാടുള്ളത് കാരണം ഇറ്റ് ഇൻക്രീസസ് ദി സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. സോ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. എന്തിന്റെ അബ്സോർപ്ഷൻ ഉള്ളയാ? വാട്ടർ ആൻഡ് മിനറൽസിന്റെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. വാട്ടറിന്റെയും മിനറൽസിന്റെയും അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ കൂട്ടുന്ന ആൾക്കാരാണ് നമ്മളുടെ റൂട്ട് ഹെയർസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ പഠിത്തി തന്നിട്ടുള്ളത്? വെരി ഇമ്പോർട്ടൻറ്റ്. ഈസ്റ്റിവേഷൻ ആണ് തന്നിട്ടുള്ളത്. കൊറോളയുടെ 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ ആണ് തന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് ഈസ്റ്റിവേഷൻ ലേബിൾഡ് ആസ് എ, ബി ആൻഡ് സി. സോ നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ടൈപ്പ് ഈസ്റ്റിവേഷൻ ഏതൊക്കെയാണ് എന്ന് ആദ്യം പറയണം. ആദ്യത്തെ ഈസ്റ്റിവേഷൻ നോക്കിക്കോ. ഇതാണ്ടേ, ടച്ച് ചെയ്യുന്ന ഒന്നുമില്ല അല്ലെ, അറ്റങ്ങൾ തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് ടച്ച് ഈച്ച് അതർ. ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് പെറ്റൽസ് ജസ്റ്റ് ടച്ച് ഈച്ച് അതർ. ഈ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. സോ ഇത് എന്ത് ടൈപ്പ് ഈസ്റ്റിവേഷനാ? വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. അടുത്ത നോക്കിയേ, ഓവർലാപ്പിംഗ് ഉണ്ടല്ലേ. ഇതാണ്ടേ, ഒരാൾ പകുതി പുറത്തും പകുതി അകത്തും, അടുത്ത ആളും പകുതി പുറത്ത് പകുതി അകത്ത്, അടുത്ത ആളും പകുതി പുറത്ത് പകുതി അകത്ത്, അടുത്ത ആളും പകുതി പുറത്ത് പകുതി അകത്ത്, പകുതി പുറത്ത് പകുതി അകത്ത്. സോ ബേസിക്കലി ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ എല്ലാവരും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ ഇസ് കോൾഡ്
ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ. എന്താ അത്? ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ. അടുത്തത് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഒരു വലിയ പെറ്റൽ ഉണ്ടാകും, ഒരു ലാർജ് പെറ്റൽ, രണ്ട് ചെറിയ പെറ്റൽസ് അതിൻ്റെ ഉള്ളില്, ഏറ്റവും ചെറിയ പെറ്റൽസ് അതിൻ്റെ ഉള്ളില്. സോ മൊത്തത്തിൽ 5 പെറ്റൽസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഈസ്റ്റുവേഷൻ. ദിസ് ടൈപ്പ് ഓഫ് ഈസ്റ്റുവേഷൻ ഇസ് കോൾഡ് വെക്സിലറി ഈസ്റ്റുവേഷൻ. സോ വെക്സിലറി ഈസ്റ്റുവേഷൻ ആണത്. ഓക്കെ, ക്ലിയർ? സോ എ പാർട്ട് കഴിഞ്ഞു. Next, B part. What are the peculiarities of corolla in the flowers of aestivation labeled C? C എന്ന് പറയുന്നത് വെക്സിലറി ഈസ്റ്റുവേഷന്റെ പ്രത്യേകത എന്താണ് എന്നാ ചോദിച്ചു. കൊറോളയുടെ പ്രത്യേകത എന്താ? വെക്സിലറി ഈസ്റ്റുവേഷന്റെ കൊറോള എന്ന് പറയുമ്പോൾ ആ കൊറോളയ്ക്ക് 3 types of petals ഉണ്ട്. 3 ടൈപ്പ് പെറ്റൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 ടൈപ്പ്? ഒന്നാമത്തത് ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാവും, ഒരെണ്ണം, ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാവും. അതിലും ചെറിയ 2 വിങ് പെറ്റൽസ് ഉണ്ടാവും. എത്ര വിങ് പെറ്റൽസ്? 2 വിങ് പെറ്റൽസ് ഉണ്ടാവും. ഏറ്റവും ചെറിയ 2 കീൽ പെറ്റൽസ് ഉണ്ടാവും. ഈ പേരുകൾ അറിഞ്ഞിരിക്കണം. കീൽ പെറ്റൽസ് 2 എണ്ണം. സോ ടോട്ടൽ ഓഫ് 5 പെറ്റൽസ്. മൊത്തം 5 പെറ്റൽസ്, ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽസ്, 2 കീൽ പെറ്റൽസ്. ഇത്രയും സാധനം അവരിൽ ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Differentiate between actinomorphic and a zygomorphic flower. Actinomorphic flower ഉം zygomorphic flower ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. Come on, actinomorphic flower. Actinomorphic flower is a flower which is having radial symmetry. Radial symmetry ഉള്ള ഒരു ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതൊരു ആക്ടിനോമോർഫിക് ഫ്ലവർ ആണ് എന്ന് നമ്മൾ വിളിക്കുക. റേഡിയൽ സിമെട്രി ഉള്ള ഫ്ലവറിനെയാണ് ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് വിളിക്കുക. What about a zygomorphic flower? Zygomorphic flower എന്ന് പറഞ്ഞാൽ it is a flower which is having a bilateral symmetry. Bilateral symmetry ഉള്ള ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് zygomorphic flower. Okay, next. Radial symmetry എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആ ഫ്ലവറിനെ 2 ഈക്വൽ ഹാഫ് ആക്കാൻ വേണ്ടി ആ ഫ്ലവറിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിലൂടെ നമ്മൾ കട്ട് ചെയ്താലും നമുക്ക് 2 equal halfനെ കിട്ടും. So this flower can be divided into 2 equal halves. Can be divided into 2 equal halves. എങ്ങനെയാ 2 equal halves ആക്കാൻ പറ്റുക? By cutting through any plane through its center. അല്ലെ, ഒരു സെന്ററിലൂടെ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും പറ്റും. By cutting through any plane ത്രൂ ഇറ്റ് സെന്റർ. അവരുടെ സെന്ററിലൂടെ പോകുന്ന ഏതൊരു പ്ലെയിനിൽ കട്ട് ചെയ്താലും ഇവരെ നമുക്ക് 2 ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റും. വാട്ട് അബൌട്ട് എ ബൈലാറ്ററൽ സിമെട്രിക് ഫ്ലവർ? ബൈലാറ്ററൽ സിമെട്രി ഉള്ള ഫ്ലവർ എന്ന് പറയുമ്പോൾ ദിസ് ഫ്ലവർ can be divided into 2 equal halves. ഈ ഫ്ലവറിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ബൈ കട്ടിങ് ത്രൂ ഓൺലി 1 single plane through its center. അവരുടെ നടുക്കൂടെ പോകുന്ന ഒരു ഒറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 2 ഈക്വൽ ഹാഫിനെ കിട്ടൂ. ബൈ കട്ടിങ് ത്രൂ only a single plane through their center. Through its center. അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഒറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 2 ഈക്വൽ ഹാഫിനെ കിട്ടൂ. ഓക്കെ, നെക്സ്റ്റ്. The type of inflorescence in which the main axis continues to grow. Inflorescence പറഞ്ഞാൽ ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ്. അത് 2 ടൈപ്പ് ഉണ്ട് നമുക്ക്. ഏതൊക്കെയാ? റെസിമോസും സൈമോസും. അതില് മെയിൻ ആക്സിസ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന അൺലിമിറ്റഡ് ഗ്രോത്ത് ഉള്ള ഇൻഫ്ലോറസൻസിന് വിളിക്കുന്ന പേരാണ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. വെരി ഗുഡ്, അതാണ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. നെക്സ്റ്റ്, the given diagram shows 2 different placentations. Identify the type of placentation. നല്ല ക്ലിയർ പടവാ തന്നിരിക്കുന്നത്. നോക്കിയേ, ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ്, ആ കമ്പാർട്ട്മെന്റ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ ഇത് എന്ത് ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ആണ്? ദിസ് ഇസ് ആക്സൈൽ പ്ലാസന്റേഷൻ അല്ലേ? ആക്സൈൽ പ്ലാസന്റേഷൻ. ഇവിടെ നോക്കൂ, നടുക്ക് ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് നടുക്ക് ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ഇസ് കോൾഡ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഓക്കെ, ആരുടെയോ പടം പിന്നെയും തന്നിരിക്കുക. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇത് എന്തിന്റെ പടവാ? ഡൈക്കോട്ട് സീഡിന്റെ എംബ്രിയോയുടെ പടമാണ് തന്നിട്ടുള്ളത്.
ഐഡന്റിഫൈ ദ പാർട്സ് മാർക്ക്ഡ് ആസ് എ, ബി ആൻഡ് സി. എയും ബിയും സിയുടെയും പാർട്സ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇതാ ഈ താഴത്തെ പോർഷൻ, അതാണ് എ. എ എന്ന് പറഞ്ഞാൽ ആരാ? അയാളാണ് റൂട്ട്, എംബ്രിയോണൽ ആക്സിസിന്റെ റൂട്ടായിട്ട് മാറുന്ന ആളാണ്. സോ എ ഇസ് റാഡിക്കൽ. ബി എന്താ? ആ എംബ്രിയോണൽ ആക്സിസിന്റെ ടിപ്പിൽ വരുന്ന ആള്, അയാളാണ് സ്റ്റെം ആയിട്ട് മാറുക. സോ ബി ഇസ് പ്ലുമ്യൂൾ. സി പറയുന്ന ആള് ആ പ്ലുമ്യൂളിന്റെ റാഡിക്കലിന്റെ രണ്ട് സൈഡിൽ രണ്ട് കോട്ടിലഡൻസ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെ? ഡൈക്കോട്ടിൽ രണ്ട് കോട്ടിലഡൻസ് കാണില്ലേ? ആ രണ്ട് കോട്ടിലഡൻസ് ആണ് സി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. എന്താണ് കോട്ടിലഡൻസിന്റെ ഫംഗ്ഷൻ? അതായത് ഈ എംബ്രിയോ വളർന്നു വരുമ്പോൾ എംബ്രിയോയ്ക്ക് ഫുഡ് കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ കോട്ടിലഡന്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ സി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ആണ് നമ്മളുടെ കോട്ടിലഡൻസ്. ഓക്കെ, അതാണ് സി. നെക്സ്റ്റ്, സോ എ പാർട്ടേ നമുക്ക് കഴിഞ്ഞുള്ളൂ. ഐഡന്റിഫൈ ദ പാർട്സ് എ, ബി ആൻഡ് സി. നെക്സ്റ്റ്, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് സി. അതായത് കോട്ടിലഡൻസിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കോട്ടിലഡൻസിന്റെ ഫംഗ്ഷൻ എന്താ? ദേ സ്റ്റോർ ഫുഡ് ഫോർ ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ആ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് വേണ്ടിയിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ആളാണ് ഈ ആരെന്ന് പറയുന്നത്? നമ്മളുടെ ഈ കോട്ടിലഡൻസ് എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A flower which is having both gynoecium and androecium. ഒരു ഫ്ലവറിനകത്ത് തന്നെ ആൻഡ്രീഷ്യം ഉണ്ട്, അതായത് മെയിൽ പാർട്ടും ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്, ഫീമെയിൽ പാർട്ടും ഉണ്ട്. സോ രണ്ട് സെക്സും ഉള്ള ഒരു ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു ബൈസെക്ഷൽ ഫ്ലവർ. ദിസ് ഫ്ലവർ ഇസ് കോൾഡ് എ ബൈസെക്ഷൽ ഫ്ലവർ. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉള്ള ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന ഒരു ബൈസെക്ഷൽ ഫ്ലവർ. സോ ആൻഡ്രീഷ്യം മാത്രമേ ഉള്ളെങ്കിൽ അതൊരു യൂണിസെക്ഷൽ ഫ്ലവറാ. ഗൈനീഷ്യം മാത്രമേ ഉള്ളെങ്കിൽ അതൊരു യൂണിസെക്ഷൽ ഫ്ലവറാ. ആൻഡ്രീഷ്യം മാത്രമുള്ള യൂണിസെക്ഷൽ ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു മെയിൽ ഫ്ലവർ. ഗൈനീഷ്യം മാത്രമേ ഉള്ളെങ്കിൽ അതൊരു ഫീമെയിൽ ഫ്ലവർ. ഓക്കെ, നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഇൻഫ്ലോറസൻസ് ഷോൺ ഹിയർ. ഒരു ഇൻഫ്ലോറസൻസിന്റെ പടമായിട്ട് അങ്ങോട്ട് തന്നു, അത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് വി ഹാവ് ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. ഏതാ ഈ ഇൻഫ്ലോറസൻസ്? ഏതാ ഈ ഇൻഫ്ലോറസൻസിന്റെ പേരാണ് സൈമോസ് ഇൻഫ്ലോറസൻസ്, അല്ലേ? ഇത് സൈമോസ് ഇൻഫ്ലോറസൻസ്. വൈ വി കോൾ ഇറ്റ് എ സൈമോസ് ഇൻഫ്ലോറസൻസ്? ബിക്കോസ് ഹിയർ ദ മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ, അല്ലേ? ഇവിടെ മെയിൻ ആക്സിസ് ഒരു ഫ്ലവറിൽ ടെർമിനേറ്റ് ചെയ്തു. ഇനി ഫ്ലവേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ബേസിപ്പിറ്റൽ ഓർഡറിലാണ് ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ലിമിറ്റഡ് ഗ്രോത്ത് ആണോ അൺലിമിറ്റഡ് ഗ്രോത്ത് ആണോ? ലിമിറ്റഡ് ഗ്രോത്തേ ഉള്ളൂ. കാരണം എന്താ? മെയിൻ ആക്സിസ് ഒരു ഫ്ലവറിൽ ടെർമിനേറ്റ് ചെയ്തു, അത്രയും ഗ്രോത്തേ ഉള്ളൂ അവർക്ക്. സോ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ നീ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ദിസ് ഒന്ന് എഴുതി വെച്ചു. ഹിയർ ദ മെയിൻ ആക്സിസ് terminated in a flower. ഒന്നും കൂടെ പറയാം. ഇവിടെ ഫ്ലവേഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഹിയർ ദ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എന്ത് ഓർഡറിലാണ്? ബേസിപ്പിറ്റൽ ഓർഡർ. ബേസിപ്പിറ്റൽ ഓർഡറിലാണ് ഫ്ലവേഴ്സിനെ ഇവിടെ സൈമോസ് ഇൻഫ്ലോറസൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രോത്ത് ലിമിറ്റഡ് ഗ്രോത്തേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഞാൻ മാറ്റി. അക്രോപീറ്റൽ ഓർഡർ. അയ്യോ സോറി, ഞാൻ റെസിമോസിൽ എങ്ങനെയാണെന്ന് ചോദിക്കാൻ വന്നത്, പക്ഷെ ചോദിച്ചപ്പോൾ ഉത്തരം അങ്ങോട്ടായിപ്പോയി. ഓക്കെ, വിട്ടു. സൈമോസ് ഇൻഫ്ലോറസൻസിൽ ബേസിപ്പിറ്റൽ ഓർഡറിലാണെങ്കിൽ റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഏത് ഓർഡറിലാ? അക്രോപീറ്റൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറന്നു പോകരുത് കേട്ടോ, അക്രോപീറ്റൽ ഓർഡർ. ഓക്കെ, നെക്സ്റ്റ്. The given diagram shows the parts of a true fruit. ഒരു ട്രൂ ഫ്രൂട്ടിന്റെ പാർട്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, ഒരു ട്രൂ ഫ്രൂട്ട്സിന്റെ പാർട്സ് ആ. Write the technical name of this fruit developed from a monocarpellary superior ovary. Yes, monocarpellary superior ovary, ഒരു കാർപ്പല് മാത്രമുള്ള സുപ്പീരിയർ ഓവറി ഉള്ള ഹൈപ്പോഗൈനസ് ഫ്ലവറിൽ നിന്നും ഉണ്ടാവുന്ന ഈ ടൈപ്പ് ഫ്രൂട്ടിന് നമ്മൾ ഒരു പേര് വിളിക്കും. അതിന്റെ പേരാണ് ഡ്രൂപ്പ്. എന്താ നമ്മൾ വിളിക്കുക? ഡ്രൂപ്പ് എന്നാണ് ആ ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുക. നെക്സ്റ്റ്, ലേബൽ ദ പാർട്സ് എ ആൻഡ് ബി. പാർട്ട് എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ആ പെരികാർപ്പിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എ എന്ന് പറഞ്ഞവർ തന്നിരിക്കുന്നത്, അല്ലെ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പികാർപ്പ് എന്നാണ് അറിയപ്പെടുക. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ഫ്ലഷി റീജിയൻ, അത് അതിന്റെ പേരാണ് മീസോകാർപ്പ് എന്നാണ് അതിനെ നമ്മൾ അറിയപ്പെടുക. ഓക്കെ, സോ എപ്പികാർപ്പ് ആൻഡ് മീസോകാർപ്പ് ആണ് എയും ബിയും. ഫൈനലി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഫ്രം ദ ഗിവൺ ഫ്രൂട്ട്? സോ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടും ഈ ഫ്രൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ?
പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സോ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദി ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഫോം ചെയ്ത ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. വാട്ട് അബൌട്ട് ദ ഗിവൺ ഫ്രൂട്ട്? ഇവിടെ തന്നിരിക്കുന്ന ഫ്രൂട്ട് എങ്ങനെ ഉണ്ടായ? ഇറ്റ് ഈസ് ഫോംഡ് വിത്ത് ഫെർട്ടിലൈസേഷൻ ഓർ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടായ ഫ്രൂട്ടാണ് ഈ തന്നിരിക്കുന്ന ഡ്രൂപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ട്, സാധാ ഫ്രൂട്ട്. ഓക്കെ, സോ രണ്ട് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ പാർത്തനോകാർപ്പിക്കിന് ഒരു എക്സാമ്പിളും ഈ ട്രൂ ഫ്രൂട്ടിന് ഒരു എക്സാമ്പിളും പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് ബനാന, നമ്മുടെ ഈ ഡ്രൂപ്പിന് എക്സാമ്പിൾ ആണ് മാംഗോ, കോക്കനട്ട് ഒക്കെ. ഓക്കെ, മറന്നു പോകരുത്, അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആ കേട്ടോ. നെക്സ്റ്റ്, യെസ്, ഒബ്സർവ് ദ ഗിവൺ ഫ്ലോറൽ ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ ദ ഫാമിലി. ഒരു ഫ്ലോറൽ ഡയഗ്രാം അവർ തന്നിട്ടുണ്ട്. ഫ്ലോറൽ ഡയഗ്രാം, ഫ്ലോറൽ ഡയഗ്രാമോ ഫ്ലോറൽ ഫോർമുലയോ എന്ത് സാധനം തന്നിട്ടും അത് ഏത് ഫാമിലി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കണ്ണ് മൂട്ടീസ്. ആ ക്വസ്റ്റ്യനും ആ ഫോർമുല വായിക്കുക പോലും ചെയ്യണ്ട, പടം നോക്കുക പോലും ചെയ്യണ്ട. എന്ത് എഴുതി വെച്ചോണം? സൊളാനേഷ്യ എന്ന് എഴുതി വെക്കണം, കാരണം നമുക്ക് ഒരൊറ്റ ഫാമിലി മാത്രമേ പഠിക്കാവുള്ളൂ. സോ ഐഡന്റിഫൈ ദ ഫാമിലി, ഇറ്റ് ഇസ് സൊളാനേസിയെ. സോ ഇത് ഓൾറെഡി സൊളാനേഷ്യയുടെ പടം തന്നെ തന്നിരിക്കുന്നത്, ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കിയിട്ട് സൊളാനേഷ്യ നിങ്ങൾ എഴുതും. ഫസ്റ്റ് വൺ കിട്ടി. റൈറ്റ് എനി ടു ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് ഫാമിലി. ഇവരുടെ ഏതെങ്കിലും ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെതാ കാലിക്സ് നോക്കടാ. ഇവരുടെ കാലിക്സ് നോക്കി. കാലിക്സിൽ എത്ര സെപ്പൽസ് ഉണ്ട്? 1 2 3 4 5. എല്ലാം ഫ്യൂസ്ഡ് ആണോ? ആണ്. അതാണ്ട് എല്ലാം ഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. സോ ഇവരുടെ കാലിക്സിൽ 5 സെപ്പൽസ് ഉണ്ട്. 5 സെപ്പൽസും ഗാമോ സെപ്പാലസ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? ആണ്. കമ്മിങ് ടു ദർ കൊറോള. ദാണ്ടേ ഇത് ഇവരെ കൊറോളയെ കുറിച്ച് പറയാം. കൊറോളയിൽ എത്ര പെറ്റൽസ് ഉണ്ട്? 1 2 3 4 5. എല്ലാം ഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. സോ ഇവരെ കൊറോളയിൽ 5 പെറ്റൽസ് ഉണ്ട്, എല്ലാം ഫ്യൂസ്ഡ് ആയിട്ട് ഗാമോ പെറ്റാലസ് ആയിട്ടിരിക്കുകയാണ്. ആണോ? ഇനി ഒരു പ്രത്യേകത, ഇവർ ആൻഡ്രീഷ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നോക്കിയടാ, ഇവർ ആൻഡ്രീഷ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ സ്റ്റേമെൻസ് കണ്ടോ? ഇതാണ് അവരുടെ സ്റ്റേമെൻസ്. ഈ സ്റ്റേമെൻസ് എവിടെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക? ഇതാണ് അവരുടെ സ്റ്റേമൻ. ആ സ്റ്റേമെന്റ് എവിടെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക? പെറ്റൽസിൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക. സോ ഈ സ്റ്റേമെൻസ് പെറ്റൽസിൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ്, ഇവരുടെ സ്റ്റേമൻ എന്ന് പറയുന്നത് എപ്പിപെറ്റാലസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ ഇരിക്കുക? എപ്പിപെറ്റാലസ്. എത്ര സ്റ്റേമൻ ഉണ്ട്? 5 സ്റ്റേമൻ ഉണ്ട്, അത് എപ്പിപെറ്റാലസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അറൗണ്ട് ഒരു 6 പോയിന്റ് പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു 2 പോയിന്റ് എഴുതി വെച്ചാൽ മതി. 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സിനേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റ് ദ നെയിം ഓഫ് 2 എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ്. ഈ പ്ലാന്റ് ഫാമിലിയിൽ വരുന്ന ഏതെങ്കിലും 2 എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ എഴുതും? പൊട്ടറ്റോ ഫാമിലി എന്നല്ലേ ഇവർ അറിയപ്പെടുന്നത്. സോ നമ്മൾ സാമ്പാറിൽ ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇവിടെ വരും. ആരൊക്കെയാ? പൊട്ടറ്റോ വരും, ടൊമാറ്റോ വരും, ബ്രിഞ്ചോൾ വരും, ചില്ലി വരും. ഇവരൊക്കെ ആലോചിച്ചാൽ മതി. ഇതിൽ ഏതെങ്കിലും 2 പേരുടെ പേര് ആലോചിച്ച് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. ഡിഫൈൻ ഈസ്റ്റിവേഷൻ ആൻഡ് പ്ലാസന്റേഷൻ. ഈസ്റ്റിവേഷൻ പ്ലാസന്റേഷൻ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡിഫൈൻ വീനേഷൻ എന്ന് ചോദിക്കാം, ഡിഫൈൻ ഫിലോടാക്സി എന്ന് ചോദിക്കാം, ഡിഫൈൻ ഈസ്റ്റിവേഷൻ എന്ന് ചോദിക്കാം, ഡിഫൈൻ പ്ലാസന്റേഷൻ എന്ന് ചോദിക്കാം. ഇത് ഏത് ടൈപ്പ് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇവിടെ ഒരു 2 എണ്ണം, ഡിഫൈൻ ഈസ്റ്റിവേഷൻ ആൻഡ് ഡിഫൈൻ പ്ലാസന്റേഷൻ. വാട്ട് ഇസ് ഈസ്റ്റിവേഷൻ? What is estivation? Estivation എന്ന് പറഞ്ഞാൽ it is the arrangement of sepals or petals. So estivation means it is the arrangement of sepals. ഒന്നുകിൽ sepals in arrangement അല്ലെങ്കിൽ petals in arrangement. It is the arrangement of sepals or petals with respect to, അല്ലേ? എങ്ങനെ അവരെ വെറുതെ അറേഞ്ച് ചെയ്യണോ? അല്ല, ആ സെയിം വേൾഡിലുള്ള ബാക്കി ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ള. സോ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ. സോ അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് വിത്ത് റെസ്പെക്ട് ടു ദി അതർ മെമ്പേഴ്സ് ഓഫ് ദി സെയിം വേൾഡ്. ആ സെയിം വേൾഡിലുള്ള അതർ മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ സെപ്പൽസും പെറ്റൽസും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് പ്ലാസന്റേഷൻ. പ്ലാസന്റേഷൻ എന്താ? ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ovules inside the ovary. ഓവറിക്കകത്തുള്ള ovules ന്റെ arrangement. So it is the arrangement of
ഓവ്യൂൾസ് ഇൻസൈഡ് ഓവറി. ഓവറിക്കകത്തുള്ള ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ്, പ്രസന്റേഷൻ. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, നെയിം ദ പാർട്സ് ഓഫ് ദ മോണോകോട്ട് എംബ്രിയോ ഇൻ ദ ഗിവൺ ഡയഗ്രാം. ഈ തന്നിട്ടുള്ള മോണോകോട്ട് എംബ്രിയോയുടെ പാർട്സ് അടയാളപ്പെടുത്താനാ പറഞ്ഞിരിക്കുന്നത്. നോക്കിയടാ, ഈ 2 എന്ന് പറയുന്നത് അവരുടെ പ്ലൂമ്യൂൾ അല്ലേ. സോ 2 എന്ന് പറയുന്നത് അവരുടെ പ്ലൂമ്യൂൾ. ആ പ്ലൂമ്യൂളിന്റെ കവറിംഗ് ആണ് 1. സോ 1 എന്ന് പറയുന്നത് കോളിയോപ്റ്റൈൽ. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് റൂട്ട് ആവാൻ പോകുന്നത്, അയാളുടെ പേരാണ് റാഡിക്കിൾ. ആ റാഡിക്കിളിന്റെ കവറിംഗ് ആണ് 4. സോ അത് കൊളിയോറൈസ. സിമ്പിൾ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ഇത് അല്ലേ. യെസ്. നെക്സ്റ്റ്, ദ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ ബ്രാഞ്ച് ഇസ് കോൾഡ്. ലീവ്സിനെ സ്റ്റെമിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിലുള്ള അറേഞ്ച്മെന്റ് ഇറ്റ് ഇസ് കോൾഡ് ഫിലോടാക്സി. ഐഡന്റിഫൈ ദ ലീഫ് അറേഞ്ച്മെന്റ്. രണ്ടെണ്ണം തന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു ഇത് എന്ത് ടൈപ്പ് അറേഞ്ച്മെന്റ്. ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് അറൈസ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. ബിയിൽ ഒരു നോഡിൽ നിന്നും 2 ലീഫ് അറൈസ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ആയിട്ട്. സോ ദിസ് ഇസ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. നെക്സ്റ്റ്, കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി നമ്മളുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കാം. ഇത്രയാണ് നിങ്ങൾ മാക്സിമം അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസിൽ എൻ്റെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. മോർഫോളജി ഫുൾ അടിക്കത്തില്ലേ? അടിക്കും. സോ നന്നായിട്ട് പരീക്ഷ എഴുതാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ, സീ യു.